ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് HSST ഹിസ്റ്ററിയുടെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ പോസിറ്റിവിസത്തെ കുറിച്ച് നോക്കാം. പോസിറ്റിവിസം എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് ഔട്ട്ലുക്കിലൂടെ ഒരു ശാസ്ത്രീയമായിട്ട് ചരിത്രത്തെ പഠിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. മനുഷ്യാനുഭവങ്ങളിലൂടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുക. പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനാണ് റാങ്കെ. ആദ്യത്തെ ആധുനിക ചരിത്രകാരനാണ് ഇദ്ദേഹം. ചരിത്രത്തെ ഒരു സബ്ജക്റ്റ് ആയിട്ട് ഇദ്ദേഹം കണ്ടു. ഒബ്ജക്റ്റിവിറ്റിക്കാണ് ഇദ്ദേഹം പ്രാധാന്യം നൽകിയത്. അതുപോലെ തന്നെ സബ്ജക്റ്റിവിറ്റി ഇദ്ദേഹത്തിന്റെ പഠനത്തിൽ പക്ഷെ അറിയാതെ കടന്നു വന്നിട്ടുമുണ്ട്. റാങ്കയുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ആണ് സോഴ്സ് ക്രിറ്റിസിസം. അതുപോലെ തന്നെ ഗവേഷണത്തിലൊക്കെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഇദ്ദേഹം. അതായത് ആർക്കൈവുകളുടെ ഒക്കെ ഗവേഷണത്തിന്. ഹിസ്റ്റോറിസ്റ്റെ സെയ്റ്റ്സ് ക്രിഫ്റ്റ് എന്ന ഒരു ജേണൽ ഇദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. റാങ്കയുടെ പ്രധാനപ്പെട്ട വർക്ക്സുകളാണ് ഹിസ്റ്ററി ഓഫ് പോപ്സ്, ജർമ്മൻ റിഫോർമേഷൻ, ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് ഹിസ്റ്ററി, യൂണിവേഴ്സൽ ഹിസ്റ്ററി. റാങ്കയുടെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ചരിത്ര വികസനത്തിൽ ദൈവം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ആശയങ്ങൾ ദൈവത്തിന്റെ ചിന്തകളാണ്. ചരിത്രം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വെളിപ്പെടുത്തലാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഈ ഹിസ്റ്റോറിസിസം എന്ന് പറയുന്നത് ചരിത്രം സ്വതന്ത്ര വിജ്ഞാന ശാഖയായി കാണുകയും മതവും തത്വചിന്തയിൽ നിന്നും വേറിട്ട് ചരിത്രം എഴുതണമെന്നും എല്ലാ സംഭവങ്ങളും ചരിത്രപരമായി വിശദീകരിക്കണമെന്ന് പറയുന്നതാണ് ഹിസ്റ്റോറിസിസം എന്ന ആശയം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. റാങ്കയും അദ്ദേഹത്തിന്റെ അനുയായികളും നടത്തിയിട്ടുള്ള ഈ ചരിത്ര പഠനത്തെയാണ് നമ്മൾ ബെർലിൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ചരിത്രരചനയിൽ വലിയ മാറ്റം കൊണ്ടുവന്നു ഇവര്. അതുപോലെ തന്നെ വസ്തുനിഷ്ഠത, ശാസ്ത്രീയ സമീപനത്തിനൊക്കെ ഇമ്പോർട്ടൻസ് നൽകി. ചരിത്രം ഒരു സബ്ജക്റ്റ് ആക്കി ഇദ്ദേഹം മാറ്റി, അക്കാദമിക് സബ്ജക്റ്റ് ആക്കിയിട്ട്. റാങ്കയുടെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയ ചരിത്രം മാത്രം ശ്രദ്ധിച്ചു. സാമൂഹിക സാമ്പത്തിക ചരിത്രം അദ്ദേഹം അവഗണിച്ചു. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ സബ്ജക്റ്റിവിറ്റി കടന്നു വന്നിട്ടുണ്ട് എന്നൊരു വിമർശനവും ഇദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട്. അഗസ്റ്റസ് കോംടെയാണ് മറ്റൊരു പോസിറ്റിവിസ്റ്റ് ചരിത്രകാരൻ. അദ്ദേഹമാണ് ഫാദർ ഓഫ് പോസിറ്റിവിസം എന്നറിയപ്പെടുന്നത്. സോഷ്യോളജിയുടെ പിതാവും ആരാണ്? അഗസ്റ്റസ് കോംടെയാണ്. ഇത് റൊമാന്റിസിസത്തിനെതിരായി വന്ന ഒരു ആശയമാണ് എന്ത്? പോസിറ്റിവിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശാസ്ത്രത്തിൽ നിന്നുള്ള അറിവാണ് യഥാർത്ഥ അറിവ് എന്ന് അഗസ്റ്റസ് കോംടെ പറയുകയുണ്ടായി. അതേപോലെ തന്നെ പോസിറ്റിവിസത്തിന്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രം ശാസ്ത്രീയമായി പഠിക്കുക, ഫാക്ട്സിനും ലോസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്. പ്രകൃതിയും ചരിത്രവും സമാനമാണെന്നാണ് പറയുന്നത്. അതായത് പ്രകൃതിയും ചരിത്രവും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതാക്കി ഈ പോസിറ്റിവിസം. രണ്ടും പ്രോഗ്രസീവ് ആണ്. യഥാർത്ഥ ചരിത്രം പ്രകൃതിശാസ്ത്ര രീതിയിൽ പുനർനിർമ്മിക്കണമെന്ന് ഇവര് വാദിക്കുകയുണ്ടായി. റേസ്, ഹെറിഡിറ്റി, ക്ലൈമറ്റ് എന്നിവ പരിഗണിച്ചുകൊണ്ട് ചരിത്രം എഴുതണമെന്ന് പറഞ്ഞു. ചരിത്രം ഒരു വികസന പ്രക്രിയയാണെന്നും ആര് പറയുന്നുണ്ട്? നമ്മുടെ ഈ ചരിത്രകാരന്മാർ, പോസിറ്റിവിസ്റ്റ് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അഗസ്റ്റസ് കോംടെ പോസിറ്റിവിസത്തിന്റെ സ്ഥാപകനാണ്. സോഷ്യോളജി ആരംഭിച്ചതും ഇദ്ദേഹമാണ്. സോഷ്യൽ ഫിസിക്സ് എന്ന ആശയം കൊണ്ടുവന്നതും അഗസ്റ്റസ് കോംടെയാണ്. സമൂഹത്തെ ശരിയായി മനസ്സിലാക്കാൻ ചരിത്രം ആവശ്യമാണെന്നാണ് അഗസ്റ്റസ് കോംടെ പറയുന്നത്. മെയിൻ വർക്ക്സ് ഓഫ് കോംടെ. കോംടെയുടെ പ്രധാനപ്പെട്ട 2 വർക്കുകളാണ് കോഴ്സ് ഓഫ് പോസിറ്റീവ് ഫിലോസഫിയും സിസ്റ്റം ഓഫ് പോസിറ്റിവിസ്റ്റിക് പോളിസി എന്നുള്ള ഈ 2 വർക്കും ആരുടേതാണ്? കോംടെയുടേതാണ് കേട്ടോ. അതുപോലെ തന്നെ കോംടെ ചരിത്രത്തെ സോഷ്യൽ ഫിസിക്സ് എന്ന് വിളിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഇതൊരു മെയിൻ പോയിന്റ് ആണ് കേട്ടോ. പ്രധാനപ്പെട്ട 3 സ്റ്റേജസിലൂടെയാണ് ചരിത്രം കടന്നു പോകുന്നതെന്ന് കോംടെ പറഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് തിയോളജിക്കൽ സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് മെറ്റാഫിസിക്കൽ സ്റ്റേജ്, തേർഡ് സ്റ്റേജ് സയന്റിഫിക് ഓർ പോസിറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വിശ്വാസത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. രണ്ടാമത്തെ മെറ്റാഫിസിക്കൽ ഘട്ടം എന്ന് പറയുന്നത് തർക്കശേഷി, അതായത് നേച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഫാക്ടറാണ്. മൂന്നാമത്തെ സയന്റിഫിക് ഓർ പോസിറ്റീവ് ഘട്ടം എന്ന് പറയുന്നത് നിയമങ്ങൾ കണ്ടെത്തൽ അല്ലെങ്കിൽ ശാസ്ത്രീയ വിശദീകരണമാണ് മൂന്നാമത്തെ സ്റ്റേജിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തെ കുറിച്ചുള്ള വസ്തുതകൾ കണ്ടെത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു ഇതിലൂടെ.
അദ്ദേഹം മില്ലു മീൻസ് പരിസ്ഥിതി എന്ന പഠനം അല്ലെങ്കിൽ പരിസ്ഥിതി എന്ന പദം, മില്ലു എന്ന പരിസ്ഥിതി എന്ന പദം ചരിത്ര പഠനത്തിൽ കൊണ്ടുവന്നത് അഗസ്റ്റസ് കോംറ്റെ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോംറ്റെയും റാങ്കോയും ഒക്കെ പോസിറ്റിവിസ്റ്റ് ചരിത്രകാരന്മാരാണ് എന്നുള്ളത് ഓർത്തു വെക്കണം. കാരണം റിനൈസൻസ് ലീഡേഴ്സ്, റിഫോർമേഷൻ, പോസിറ്റിവിസ്റ്റ്, ഇതൊക്കെ നമ്മൾ ഏതൊക്കെയാണ് ഇതിന്റെ മെയിൻ ലീഡേഴ്സ് എന്ന് നോക്കി വെക്കണം. അടുത്തതാണ് മെറിറ്റ്സ്. പോസിറ്റിവിസത്തിന്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത് ചരിത്രം കൂടുതൽ ശാസ്ത്രീയമായി എല്ലാ വസ്തുതകളും ഉൾപ്പെടുത്തി ചരിത്രം രചിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ വികസന ക്രമത്തിൽ പഠനം, ഒരു സ്പൈറൽ അപ്രോച്ചസിൽ പഠനം തുടങ്ങി എന്നുള്ളതൊക്കെ ഇതിന്റെ ഒരു ഗുണമാണ്, പോസിറ്റിവിസത്തിന്റെ ഗുണമാണ്. പോസിറ്റിവിസത്തിന്റെ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു വശത്തേക്കുള്ള സമീപനം മാത്രം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ചരിത്രത്തിന്റെ സ്വാതന്ത്ര്യം കുറച്ചു കാണുന്നു. ഈ രണ്ട് തരത്തിലുള്ള ക്രിറ്റിസിസം പോസിറ്റിവിസത്തെ കുറിച്ച് വന്നിട്ടുണ്ട്. ചരിത്രത്തെ ഒരു വശത്തേക്ക് മാത്രം നോക്കിക്കാണുക എന്ന് പറഞ്ഞ എന്താണ്, ഒരു സൈക്ലിക്കൽ അപ്രോച്ചിലേക്കല്ല കേട്ടോ, മൊത്തത്തില് ഒരു സ്പൈറൽ അപ്രോച്ചിൽ നോക്കിക്കാണുക. പോസിറ്റിവിസം ചരിത്ര പഠനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി, ശാസ്ത്രീയ സമീപനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ നമുക്ക് ഈ പോസിറ്റിവിസം ക്ലാസ് നിർത്താം അല്ലെ. അപ്പൊ ഈ പോസിറ്റിവിസത്തെ കുറിച്ചും കഴിഞ്ഞ നമ്മള് റിനൈസൻസ് എടുത്തിട്ടുണ്ട്, എൻലൈറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ നമുക്ക് ഒരു റിവിഷൻ ക്ലാസ്സും കൂടിയായിട്ട് കാണാം. അപ്പൊ ബൈ.